സന്ദേശമുണർന്നാൽ ഒരു ഭവനത്തിൽ അഗ്നിമഴ പെയ്തിടും. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ, പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. കാലാകാലങ്ങളായി ഭാരപ്പെടുത്തുന്ന സകല അമിതമായ ചിന്തകളുടെയും ഭാരങ്ങളെ കർത്താവ് കെട്ടഴിക്കട്ടെ. ഒരു പുത്തൻ അഭിഷേകം ദൈവജനത്തിലേക്ക് വെളിപ്പെടട്ടെ. കണ്ണടച്ച് പ്രാർത്ഥിച്ചുകൊള്ളൂ. പുറപ്പാട് പുസ്തകം 14:14 കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊള്ളും, നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി. ഇത് നിന്നോട് കർത്താവ് പറയുന്ന ദൈവവചനമാണ്. നീ ഇന്ന് കടന്നു പോകുന്ന അവസ്ഥയ്ക്ക് മുകളിൽ ദൈവത്തിൻ്റെ ആത്മാവ് നിന്നോട് പറയുന്നു, നിനക്ക് വേണ്ടി കർത്താവ് യുദ്ധം ചെയ്യും, നീ ശാന്തമായിരുന്നാൽ മതി. നീ അനുഭവിക്കുന്ന ഞെരുക്കം അത്രമേൽ വളരെ വേദനാജനകമാണ്. പക്ഷേ ദൈവം നിനക്ക് നൽകുന്നൊരു വാഗ്ദാനമുണ്ട്, നീ ശാന്തമായിരുന്നാൽ മതി, നിനക്ക് വേണ്ടി ദൈവം യുദ്ധം ചെയ്തുകൊള്ളും. ദിനവൃത്താന്തത്തിന്റെ 1-ാം പുസ്തകം 17-ാം അധ്യായം 8-ാം തിരുവചനം. നീ പോയിടത്തെല്ലാം ഞാൻ നിന്നോടുകൂടെ ഉണ്ടായിരുന്നു, നിന്റെ മുമ്പിൽ നിന്ന് ശത്രുക്കളെയെല്ലാം ഞാൻ ഛേദിച്ചു കളഞ്ഞു, ഞാൻ നിന്നെ ഭൂമിയിലെ എല്ലാ മഹാന്മാരെയേക്കാൾ കീർത്തിമാനാക്കും. ഇത് നിനക്ക് കർത്താവ് നൽകുന്നൊരു വാഗ്ദാനമാണെന്ന് സ്വീകരിച്ചു കൊള്ളുക. കർത്താവേ, ഇത് എന്നിൽ സംഭവിക്കപ്പെടട്ടെ. എൻ്റെ ജീവിത വഴികളിൽ കർത്താവ് ഈ വചനം സംഭവിക്കപ്പെടട്ടെ. എൻ്റെ സഹോദര സഹോദരി, നീ കടന്നു പോകുന്ന ഏത് ഞെരുക്കത്തിൻ്റെ നടുവിലാണെങ്കിലും, എത്ര വലിയ ഭാരത്തിൻ്റെ നടുവിലാണെങ്കിലും ഇത് വിശ്വസിച്ചു കൊള്ളുക. കർത്താവ് എന്നിൽ അത്ഭുതകരമായിട്ട് ഇടപെടുന്ന സമയം ഓരോ വ്യക്തിയും ആമേൻ പറഞ്ഞ് ഏറ്റെടുത്തു കൊള്ളണം. നിന്റെ സാമ്പത്തിക ഞെരുക്കത്തിൽ കർത്താവ് ഇടപെടുന്നു. ഉച്ചത്തിൽ പറ ആമേൻ. ആമേൻ. എന്റെ രോഗപീഠകൾ കർത്താവ് ഇടപെടുന്നു. ഏറ്റെടുക്കട്ടെ. ആമേൻ. എന്റെ മാനസിക ദുഃഖത്തിൽ കർത്താവ് ഇടപെടുന്നു. ആമേൻ. എന്റെ കുടുംബ ബന്ധ തകർച്ചകളിൽ കർത്താവ് ഇടപെടുന്നു. ആമേൻ. നാളുകളായുള്ള തടസ്സങ്ങൾ കർത്താവ് മാറ്റുന്നു. ആമേൻ. വിവാഹ തടസ്സം കർത്താവ് മാറ്റുന്നു. ആമേൻ. വിദ്യാഭ്യാസ മേഖലയിൽ കർത്താവ് ഇടപെടുന്നു. ആമേൻ. എന്റെ ഭാവി ജീവിതത്തെ കർത്താവ് നയിക്കുന്നു. ആമേൻ. തെറ്റായ സ്നേഹബന്ധങ്ങൾ കർത്താവ് എടുത്തു മാറ്റുന്നു. ആമേൻ. അനുസരണക്കേടിന്റെ ദുരാത്മാവിനെ എന്റെ കുടുംബത്തിൽ നിന്ന് കർത്താവ് എടുത്തു മാറ്റുന്നു. ആമേൻ. വഴിതെറ്റിയ ജീവിതങ്ങളെ കർത്താവ് വിശുദ്ധീകരിക്കുന്നു. ആമേൻ. പ്രാർത്ഥനാ വരം കർത്താവ് എനിക്ക് നൽകുന്നു. ആമേൻ. ബന്ധങ്ങളെ കർത്താവ് വിശുദ്ധീകരിക്കുന്നു. ആമേൻ. എന്റെ സഹനത്തെ കർത്താവ് അനുഗ്രഹമാക്കി മാറ്റുന്നു. ആമേൻ. എനിക്ക് പ്രാർത്ഥനാവരം ലഭിക്കുന്നു. ആമേൻ. എന്നിൽ പരിശുദ്ധാത്മാവ് നിറയുന്നു. ആമേൻ. എന്റെ ജീവിതത്തെ ഒരു പുത്തൻ അഭിഷേകമാക്കി മാറ്റുന്നു. ആമേൻ. എന്റെ സംസാരത്തെ കർത്താവ് വിശുദ്ധീകരിക്കുന്നു. ആമേൻ. എന്റെ നോട്ടത്തെ കർത്താവ് വിശുദ്ധീകരിക്കുന്നു. ആമേൻ. എന്റെ കേൾവിയെ കർത്താവ് വിശുദ്ധീകരിക്കുന്നു. ആമേൻ. എന്റെ ചിന്തകളെ കർത്താവ് വിശുദ്ധീകരിക്കുന്നു. ആമേൻ. എന്റെ ഓർമ്മകളെ കർത്താവ് വിശുദ്ധീകരിക്കുന്നു. ആമേൻ. ഈ സമയം എന്നിൽ കർത്താവ് ഇടപെടുന്നു. ആമേൻ. എന്നിൽ അത് സംഭവിക്കുന്നു. ആമേൻ. രണ്ട് കരങ്ങളെ സ്വർഗത്തിലേക്ക് ഉയർത്തി ഉച്ചത്തിൽ ആമേൻ പറഞ്ഞേ. ആമേൻ. 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 പൗലോസ്ലീഹ പറയാണ്, ഈ വചനം വായിച്ചോണം. എനിക്ക് അഭിമാനമുണ്ടെന്നാ പറയണം. എന്തിലാ അഭിമാനം? നമ്മളൊക്കെ അഭിമാനം ഉണ്ടല്ലോ. എന്തിലാ നമ്മൾ അഭിമാനിക്കുന്നത്? ഇങ്ങോട്ട് നോക്കിക്കേ, എന്തിലാ നമ്മൾ അഭിമാനിക്കുന്നത്? നമ്മൾ അഭിമാനിക്കുന്നത്, ഞാൻ വലിയ വീട് വെച്ചു, എനിക്ക് ഇത്രയും പണമുണ്ട്, എൻ്റെ മകൻ ഇങ്ങനെ കിട്ടി, എൻ്റെ മകൾക്ക് ഇങ്ങനെ ഉണ്ടായി, എൻ്റെ വീട്ടിൽ ഇങ്ങനെ ഉണ്ടായി, നേട്ടം. പൗലോസ്ലീഹ പറയുന്നത് ഒറ്റ കാര്യത്തിലേ ഞാൻ അഭിമാനിക്കുന്നുള്ളൂ. 4-ാം വചനം വായിച്ചേ. മറിച്ച് എല്ലാവിധത്തിലും ദൈവത്തിന്റെ ദാസന്മാരാണെന്ന് ഞങ്ങൾ അഭിമാനിക്കുന്നു. വലിയ സഹനത്തിൽ, പീഡകളിൽ, ഞെരുക്കങ്ങളിൽ, അത്യാഹിതങ്ങളിൽ. കണ്ടോ അഭിമാനിക്കാൻ എന്താ ഉള്ളേ? പൗലോസ്ലീഹ പറയാണ്, ഒറ്റ കാര്യത്തിലേ ഞാൻ അഭിമാനിക്കുന്നുള്ളൂ. ഈ ഞെരുക്കത്തിൽ, ഞാൻ ഇന്ന് കടന്നു പോകുന്ന ഈ ഞെരുക്കത്തിൽ ഞാൻ അഭിമാനിക്കുന്നു. ഞാൻ ഇന്ന് കടന്നു പോകുന്ന ഈ വിഷമത്തിൽ ഞാൻ അഭിമാനിക്കുന്നു. കാരണം ഈ ഞെരുക്കം എനിക്ക് വേണ്ടിയല്ല, ഈ ഞെരുക്കത്തിലൂടെ അനേകര് രക്ഷപ്പെടുന്നുണ്ടെന്ന്. ഈ ഞെരുക്കത്തിലൂടെ അനേകര് രക്ഷപ്പെടുന്നുണ്ടെന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നാളുകൾക്ക് മുമ്പ് ഒരു വീട് വെഞ്ചരിപ്പിന് പോയപ്പോ കുറച്ച് അച്ഛന്മാരൊക്കെ ഉണ്ട്. വളരെ പ്രസിദ്ധമായിട്ടുള്ളൊരു കുടുംബമൊക്കെയാണ്. വെഞ്ചരിപ്പ് ശുശ്രൂഷയൊക്കെ നടന്ന് സന്തോഷം. ഇതിനിടയിൽ ഞാൻ കാണുന്നൊരു കുഞ്ഞു ചിത്രമുണ്ട്. എന്നാന്നറിയോ? കുടുംബനാഥ ഈ വെഞ്ചരിപ്പ് ശുശ്രൂഷയൊക്കെ നടക്കുമ്പോഴും സാരി തലപ്പ് കൊണ്ട് ഇടയ്ക്കിങ്ങനെ കണ്ണ് തുടയ്ക്കുന്നു. ഞാനപ്പോൾ ഈ ചേച്ചിനെ ഒന്നും കൂടെ ശ്രദ്ധിച്ചു.
പിന്നീട് ഞാൻ കണ്ട കാഴ്ച, അടുക്കള സൈഡിൽ ഒരു മൂലയിൽ പോയിട്ട് ആരും കാണാതെ ഈ സാരിപ്പ് തലപ്പ് കൊണ്ട് കണ്ണ് തുടയ്ക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഞാൻ പിന്നീട് സംസാരിച്ചു വന്നപ്പോഴാണ് ഈ ചേച്ചി പറഞ്ഞത്, അച്ഛാ ഈ വീട് കണ്ടില്ലേ, എത്ര സുന്ദരമായ വീട്. ഞാൻ പറഞ്ഞ നല്ല കാര്യം, നല്ല വീട്. അച്ഛാ എൻ്റെ കണ്ണുനീരിൻ്റെ മുകളിലാച്ചാ ഈ വീട് നിൽക്കുന്നത്. അച്ഛാ എൻ്റെ കണ്ണുനീരിൻ്റെ മുകളിലാച്ചാ ഈ വീട് നിൽക്കുന്നത്. സംസാരിച്ചു വന്നപ്പോൾ എൻ്റെ ഗൗരവം എനിക്ക് മനസ്സിലായി. ഭർത്താവ് വിദേശത്ത് ജോലി ചെയ്യുന്നു, അദ്ദേഹത്തിന് തെറ്റായൊരു ബന്ധമുണ്ട്. ഭാര്യയ്ക്കറിയാം, മക്കൾക്കറിയാം, കുടുംബത്തിൽ വലിയ പ്രശ്നമാണ്. ഈ ഭാര്യ ഒരു തീരുമാനമെടുത്തു, എൻ്റെ ഭർത്താവിനെ ഞാൻ ഉപേക്ഷിക്കത്തില്ല, ഞങ്ങളുടെ കുടുംബത്തെ പറ്റിക്കുന്നു. ഇതറിയാമായിരുന്നിട്ടും ഈ ഭാര്യ എന്ത് ചെയ്തു? ഭർത്താവിനെ അങ്ങേയറ്റം അള്ളിപ്പിടിച്ചു. ഈ ഞെരുക്കത്തിൻ്റെ ഇടയിലാണ് വീട് പണി നടക്കുന്നത്. ഇദ്ദേഹത്തിൻ്റെ ഒരു തെറ്റായ ബന്ധം നിലനിൽക്കെ തന്നെയാണ് വീട് പണി നടക്കുന്നത്. ഈ സ്ത്രീ എന്നോട് പറഞ്ഞു, അച്ഛാ എനിക്ക് വേണമെങ്കിൽ ഇട്ടിട്ട് പോകാമായിരുന്നു, അച്ഛാ എനിക്ക് ഇട്ടിട്ട് പോകാമായിരുന്നു. എൻ്റെ മക്കൾ എന്നോട് പറഞ്ഞു, എന്തിനാ അമ്മ ഇങ്ങനെ സഹിച്ചു നിൽക്കുന്നത്, വേറെ പണിയൊന്നുമില്ലേ, നമുക്ക് പോകാം അമ്മേ. അച്ഛാ ഞാൻ അങ്ങനെ പോയാൽ ഈ വീട് ആരുടെയാവും? ഞാൻ അങ്ങനെ പോയാൽ എൻ്റെ മക്കളുടെ അപ്പൻ്റെ അവസ്ഥ എന്താവും? ഞാൻ അങ്ങനെ പോയാൽ എൻ്റെ ഭർത്താവിൻ്റെ കാര്യം എന്താവും? ശരിയാ അച്ഛാ, എൻ്റെ ഭർത്താവിന് ചില തെറ്റുകൾ പറ്റുന്നുണ്ട്. അച്ഛാ ഞാൻ എൻ്റെ ഭർത്താവിന് വേണ്ടി പ്രാർത്ഥിച്ച് എൻ്റെ ഭർത്താവിന് ഞാൻ തിരിച്ചു പിടിക്കും. അച്ഛാ ഇന്ന് കണ്ടില്ല എൻ്റെ ഭർത്താവിനെ സന്തോഷത്തോടെ നിൽക്കുന്നത്. വിദേശത്തു നിന്ന് വന്ന് ഒരു ധ്യാനമൊക്കെ കൂടി ചില കാര്യങ്ങൾ ഒരു തീരുമാനമെടുത്ത് എൻ്റെ ഭർത്താവ് ഒരു തിരിച്ചു വരവിൻ്റെ പാതയിലാച്ചാ. അച്ഛാ എൻ്റെ കണ്ണുനീരിൻ്റെ നടുവിലാണ് ഈ വീട് നിലനിൽക്കുന്നത്. പറഞ്ഞു മനസ്സിലായോ? ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർ ഓർത്തോണം, നിന്റെ വീടിന് വേണ്ടി നീ ഞെരുങ്ങുന്നത് കൊണ്ടാണ്, പുറത്തു പറയാൻ പറ്റാതെ അത്രമേൽ ഭാരം ഉള്ളിൽ അനുഭവിക്കുമ്പോൾ ഓർത്തുകൊള്ളണം, നീ സഹിക്കുന്നത് വെറുതെയല്ല. നിന്റെ ഞെരുക്കം യേശുവിൻ്റെ സഹനത്തോട് ചേർത്ത് വെച്ചോണം. അനേകർക്ക് അനുഗ്രഹമായിട്ട് മാറും. വീണ്ടും കൃത്യമായി പൗലോസ്ലീഹ 2 കൊറിന്ത്യൻസ് ചാപ്റ്റർ 4 4-ാം അധ്യായം അതിന്റെ 8-ാം തിരുവചനം ഒന്ന് വായിച്ചേ. ഞങ്ങൾ എല്ലാ വിധത്തിലും ഞെരുക്കപ്പെടുന്നു. ഞെരുക്കം എല്ലാ വിധത്തിലും ഞങ്ങൾ ഞെരുക്കപ്പെടുന്നു. എങ്കിലും തകർക്കപ്പെടുന്നില്ല. എന്നിട്ട് വിഷമിപ്പിക്കപ്പെടുന്നു. എങ്കിലും ഭഗ്നാശരാകുന്നില്ല. ഞെരുക്കമുണ്ടെന്ന് പുറത്തു പറയാൻ പറ്റാത്ത വണ്ണം ഞെരുക്കമുണ്ട്. പക്ഷേ ഇങ്ങനെയൊക്കെ ഞെരുക്കമുണ്ടെങ്കിലും ഞങ്ങൾ ഭഗ്നാശരാകുന്നില്ല, ഞങ്ങൾ അങ്ങ് തകർന്നു പോകുന്നില്ലെന്ന്. ഈ ഞെരുക്കം ഇതൊരു അനുഗ്രഹമാക്കി ദൈവം മാറ്റുന്നു. ഉച്ചത്തിൽ പറഞ്ഞേ ആമേൻ. അടുത്തിരിക്കുന്ന ആൾക്കൊന്ന് കൈ കൊടുത്തോണ്ട് പറഞ്ഞേ, ഈ ഞെരുക്കം ഇതൊരു അനുഗ്രഹമാണ്. പറഞ്ഞു കൊടുത്തു, ഇതൊരു അനുഗ്രഹമാണെന്ന്. പ്രഭാഷകന്റെ പുസ്തകം 2-ാം അധ്യായം 4-ാം തിരുവചനം വളരെ പരിചിതമായ ഒരു തിരുവചനമാണ്. ഒന്ന് വായിച്ചേ. പ്രഭാഷകന്റെ പുസ്തകം 2:4 വായിച്ചോ. വരുന്ന ദുരിതങ്ങളെല്ലാം സ്വീകരിക്കുക. ഞെരുക്കുന്ന ദൗർഭാഗ്യങ്ങളിൽ ശാന്തത വെടിയരുത്. വരുന്ന ദുരിതങ്ങൾ, ഞെരുക്കങ്ങൾ, നീ അവയെ സ്വീകരിച്ചോണം. എന്നിട്ട് പറയുന്നത്, ഞെരുക്കുന്ന ദൗർഭാഗ്യങ്ങളിൽ ശാന്തത കൈവിടരുത്. ഞെരുക്കമുണ്ടാവും, നിന്റെ വീട്ടിലെ ഞെരുക്കങ്ങളുണ്ട്, പക്ഷേ ശാന്തത കൈവിടരുത്. ശാന്തത കൈവിടരുത്. കഴിഞ്ഞ ദിവസം ഒരു ഭാര്യ പറഞ്ഞതുപോലെ, അച്ഛാ ഭർത്താവിൻ്റെ വാക്കുകൾ കേട്ടാലുണ്ടല്ലോ ചങ്ക് പടയുന്നത് പോലെയാ എൻ്റെ ഭർത്താവിൻ്റെ സംസാരം. കഴിഞ്ഞ 18 വർഷമായി ഞാൻ കേട്ടോണ്ടിരിക്കുക. ഒരു നല്ല വാക്ക് പറയത്തില്ല അച്ഛാ, വായിന്ന് വീഴുന്ന വാക്ക് കേൾക്കണം. അച്ഛാ ഈ ചങ്കി തുളച്ചു കയറും. അത്രമേൽ മുറിവേൽപ്പിക്കുന്ന ഭാഷ. എത്ര സ്നേഹം കൊടുത്താലും എൻ്റെ ഭർത്താവിൻ്റെ വായിൽ നിന്ന് വീഴുന്ന വാക്ക് അങ്ങനെയാണ്. അപ്പം ഞാൻ ചോദിച്ചു, ചേച്ചി എങ്ങനെയാ കൈകാര്യം ചെയ്യുന്നത്? അച്ഛാ ചില സമയത്തുണ്ടല്ലോ അത് ഞാൻ ആ ഭക്ഷണത്തിൽ വിഷം കലക്കി കൊടുക്കാൻ എനിക്ക് തോന്നണേ. ഇത് എൻ്റെ വായിന്ന് വീഴുന്ന വാക്ക്. എന്തെല്ലാം നമ്മൾ കൊടുത്താലും ഉണ്ടല്ലോ ആ വായിന്ന് വീഴുന്ന വാക്ക് മതിയച്ചാ, നശിപ്പിച്ചു കളയും. എല്ലാവരും കൂടെ ഭക്ഷണം കഴിക്കാൻ വന്നിരിക്കും, അപ്പം ഭർത്താവിൻ്റെ വായിൽ നിന്നൊരു വാക്ക് വീഴും, തീർന്നു. എല്ലാം പിന്നെ എഴുന്നേറ്റ് പോവും, എല്ലാവരും എഴുന്നേറ്റ് പോവും. അച്ഛാ എന്നാ ചെയ്യണേ, എന്നതാ ചെയ്യണേ? ആ ചേച്ചിക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ കിട്ടിയ വചനമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ഇവിടെ ഇരിക്കുന്ന ചിലർക്ക് ഇത് ഗുണകരമാണ്.
എന്താണ് ഞെരുക്കങ്ങൾ, ദൗർഭാഗ്യങ്ങൾ ഉണ്ടാകുമ്പോൾ ശാന്തത കൈവിടരുത്. ശാന്തത കൈവിടരുത്. ശാന്തത, ശാന്തത. നിനക്ക് തോന്നും തിരിച്ചൊരെണ്ണം പൊട്ടിക്കാൻ തോന്നും, പൊട്ടിക്കരുത്. തിരിച്ച് 4 പറയാൻ തോന്നും, പറയരുത്. അപ്പൊ പിന്നെ നീ അവരും തമ്മിൽ എന്നാ വ്യത്യാസം? നീ അവരും തമ്മിൽ എന്നാ വ്യത്യാസം? പല സ്വഭാവമാണ് അല്ലേ? കല്യാണം കഴിച്ചവരെ ഓർത്തോണം, നിങ്ങളുടെ ജീവിത പങ്കാളി, ആ ജീവിത പങ്കാളിയുടെ സ്വഭാവം നിങ്ങൾ ആഗ്രഹിച്ചൊരു സ്വഭാവ രീതിയാണോ? എവിടെ? കല്യാണത്തിന് മുമ്പ് എന്തെല്ലാം സ്വപ്നങ്ങളായിരുന്നു, കല്യാണം കഴിച്ചപ്പോഴോ ചിത്രം മാറിയെന്ന്. ഇത് വേറെ സ്വഭാവം. ചക്ക എന്ന് പറഞ്ഞാൽ മാങ്ങ എന്ന് മനസ്സിലാവും, ഇങ്ങോട്ട് വരാൻ പറഞ്ഞാൽ അങ്ങോട്ട് പോകും. ഈ എന്നതാ ചെയ്യണ്ടേ? പല സ്വഭാവം, പല രീതികൾ. പക്ഷെ ഓർത്തോണം, ശാന്തത കൈവിടരുത്. ഞെരുക്കുന്ന ദൗർഭാഗ്യങ്ങളിൽ നീ ശാന്തത കൈവിടരുത്. സ്വരത്തിൽ പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കാരണം നിന്റെ ഈ ശാന്തത കൊണ്ടാണ് ആ കുടുംബം നിലനിൽക്കുന്നത്. ചില ഞെരുക്കങ്ങൾ ഉണ്ടാവുന്നത് നല്ലതാണെന്ന്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ലൂക്കാസ് സുവിശേഷം 15-ാം അധ്യായം. നമുക്ക് പരിചയമുള്ള ഒരാളുണ്ടല്ലോ, ധൂർത്തപുത്രൻ. അയാൾ എപ്പോഴാ മാനസാന്തരപ്പെട്ടെ? അവൻ എല്ലാം ചെലവഴിച്ചു കഴിഞ്ഞപ്പോൾ ആ ദേശത്ത് ഒരു കഠിന ക്ഷാമം ഉണ്ടാവുകയും അവൻ ഞെരുക്കത്തിലാവുകയും ചെയ്തു. അവൻ ഞെരുക്കത്തിലായി. ഒരു ക്ഷാമമുണ്ടായി, ഒരു ഞെരുക്കമുണ്ടായി. ആ ഞെരുക്കമുണ്ടായത്, ആ ക്ഷാമമുണ്ടായത് അവന് നന്നായോ? അവന് നന്നായി. നിന്റെ വീട്ടിൽ ഇന്ന് ഏതെങ്കിലും വിഷയത്തിൽ ഒരു ക്ഷാമം, ഒരു ഞെരുക്കമുണ്ടോ? ഈ ഞെരുക്കം നിനക്കൊരു അനുഗ്രഹമായിട്ട് മാറും. ആമേൻ. നമ്മൾ അങ്ങനെ തന്നെ ഏറ്റെടുക്കണം, അങ്ങനെ തന്നെ വിശ്വസിക്കണം. എന്നെ ഇത് പഠിപ്പിച്ചത് ഈ കഴിഞ്ഞിടയ്ക്ക് ഒരു ചേട്ടൻ, ഇദ്ദേഹത്തെ എനിക്ക് നല്ല പരിചയമാണ്. കഴിഞ്ഞ 7-8 വർഷങ്ങളായിട്ട് ഇയാൾ നല്ല പരിചയമാണ്. കാരണം ഇദ്ദേഹത്തിൻ്റെ മദ്യപാന ശീലം കാരണം കുടുംബം മുഴുവൻ മടുത്തിരിക്കുന്ന കക്ഷിയാണ്. എന്ന് പറഞ്ഞ് ഇയാളെ ധ്യാന കേന്ദ്രങ്ങൾ, ട്രീറ്റ്മെന്റുകൾ പലതും നടത്തി. ഇയാളുടെ പ്രത്യേകത എന്നാണെന്നറിയോ? നല്ല തങ്കപ്പെട്ട സ്വഭാവം, നല്ല തങ്കപ്പൻ. കുടിച്ചില്ലെങ്കിൽ, കുടിച്ചാൽ കയ്യിൽ നിന്ന് പോകും. കുടിച്ചാൽ പിന്നെ മണമടിച്ചാൽ പിന്നെ ഇയാളെ ഒന്നിനും കൊള്ളൂല. കാരണം അത്ര വൃത്തികെട്ട സ്വഭാവം. വൃത്തികെട്ടെന്ന് പറഞ്ഞാൽ വൃത്തികെട്ട സ്വഭാവം പല തരത്തിലാണ്. അയാൾ കിടന്നങ്ങോട്ട് മെഴുകാൻ തുടങ്ങും. പലതവണ നേരിട്ട് കണ്ട ഒരാളാണ് ഞാൻ. വൃത്തികെട്ട സ്വഭാവം. ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ കഴിഞ്ഞിടയ്ക്ക് ഒരു കാര്യം സംഭവിച്ചു. ഒരു രോഗം, അൺഎക്സ്പെക്റ്റഡ്, പ്രതീക്ഷിച്ചിട്ടില്ല. അത്യാവശ്യം ആരോഗ്യമൊക്കെ ഉള്ള ആളാണ്. ഒരു രോഗം വന്ന് കിടപ്പിലായി. ഡോക്ടർ പറഞ്ഞു, ദേ ഇനി കുടിച്ചാൽ തീരും, ഇനി കുടിച്ചാൽ ഒന്നും നോക്കണ്ട, പെട്ടിയിലാക്കിക്കോ. ഇയാളുടെ അവസ്ഥ കഴിഞ്ഞ കുറേ നാളായി ദാരുണമാണ്. അപ്പോഴാണ് ഇദ്ദേഹത്തെ കാണാൻ ചെന്നപ്പോൾ എന്നോട് പറഞ്ഞത്, അച്ഛാ എനിക്ക് ഈ രോഗം ഉണ്ടായി നന്നായി അച്ഛാ. എനിക്കിങ്ങനെ ഇപ്പൊ കിടന്നപ്പോഴാണ് എനിക്ക് വെളിവുണ്ടായത്. എന്തെല്ലാമാണച്ചാ ഞാൻ കാട്ടിക്കൂട്ടിയത്. ഞാൻ പറഞ്ഞു, പേടിക്കണ്ട, മക്കൾ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്, പിന്നെ കാണിച്ചു തരും. എപ്പോഴാ? ഈ കുടിച്ചിട്ട് ബോധമില്ലാത്തപ്പോഴേ മക്കൾ വീഡിയോ എടുത്ത് വെച്ചിരിക്കുക. എനിക്ക് അയച്ചു തരും. ഇടയ്ക്ക് കണ്ടു കഴിയും പേടി വരും. ഞാൻ അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ മോശപ്പെട്ട രീതി. എന്നാൽ ഇയാൾ ഇപ്പോഴെന്താ പറയണമെന്നറിയാം? അച്ഛാ ഈ രോഗം ഉണ്ടായി നന്നായി, ഈ കഷ്ടത, ഈ ഞെരുക്കമുണ്ടായി നന്നായി. കാരണം ഇപ്പോ എനിക്ക് കുറെ കാര്യങ്ങൾ മനസ്സിലായി. ഈ കിടപ്പിലാണ് പല കാര്യങ്ങളും എനിക്ക് വെളിപ്പെട്ട് കിട്ടുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ലൂക്കാസ് സുവിശേഷം 19-ാം അധ്യായം എന്ന് വായിച്ചേ. 19-ാം അധ്യായം 43-ാം തിരുവചനം. ചിലർക്ക് ഒരു കാര്യം പരിശുദ്ധാത്മ വെളിപ്പെടുത്തി നൽകുക. അതായത് ഈ ഞെരുക്കം എന്ന് പറയുമ്പോൾ ചിലർക്ക് ഒരു വശത്തു നിന്നാണ്, എന്നാൽ എല്ലാ ഭാഗത്തു നിന്നും ഞെരുക്കം. ദേ വചനം ഒന്ന് വായിച്ചേ. ലൂക്ക 19:43 വായിച്ചോ. ശത്രുക്കൾ നിനക്ക് ചുറ്റും പാളയമടിച്ച് നിന്നെ വളയുകയും എല്ലാ ഭാഗത്തു നിന്നും നിന്നെ ഞെരുക്കുകയും ചെയ്യും. എല്ലാ ഭാഗത്തു നിന്ന് നിന്നെ ഞെരുക്കുന്നു. എല്ലാ ഭാഗത്തു നിന്ന്. ഈ കഴിഞ്ഞ ദിവസം ഒരു കുടുംബത്തിൽ അംഗം പറഞ്ഞതുപോലെ, അച്ഛാ എല്ലാ ഭാഗത്തു നിന്നും ഞെരുക്കം, ഒരു വശത്തു നിന്നല്ല, എല്ലാ വശത്തു നിന്നും. എല്ലാ വശം. ഈ പ്രശ്നം വരുമ്പോൾ, എന്നിട്ട് അദ്ദേഹം തമാശയ്ക്കാണെങ്കിലും പറഞ്ഞു, അച്ഛാ ഈ പ്രശ്നം വരുമ്പോൾ കന്യാസ്ത്രീമാർ വരുന്ന പോലെയാ.
ഞാൻ ചോദിച്ചു, കന്യാസ്ത്രീമാർ വരുന്ന പോലെയോ? അതേ അച്ഛാ, അച്ഛൻ കണ്ടിട്ടില്ലേ, ഈ സിസ്റ്റേഴ്സ് വീട്ടിലോട്ട് വരുന്ന ഒറ്റയ്ക്കല്ല വരുന്നത്, അവരൊരു 3-4 പേര് ഒരുമിച്ചേ വരുള്ളൂ എന്നുള്ള പോലെയാണ് ഈ ദുരിതം വരുമ്പോൾ അച്ഛാ ഈ സിസ്റ്റേഴ്സ് വരുന്ന പോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എൻ്റെ പൊന്നച്ഛ, എല്ലാ വശത്തു നിന്നും ഒരു പ്രശ്നം മാത്രമാണ് കൈകാര്യം ചെയ്യാം. ഇത് 4 വശത്തു നിന്നും പ്രശ്നം, 4 വശത്തു നിന്നും പ്രശ്നം. 19 വയസ്സുള്ള ചെറുക്കൻ, ഇങ്ങോട്ട് നോക്കിക്കേ, 19 വയസ്സുള്ള ചെറുക്കൻ, മൊബൈൽ അഡിക്ഷൻ. നിസാരപ്പെട്ട കാര്യമൊന്നുമല്ല. ഇവന്റെ പ്രത്യേകത എന്നറിയോ? ഇവൻ വയലന്റ് ആവും. ഇവന്റെ കയ്യിൽ നിന്ന് ആ മൊബൈൽ എങ്ങാനും ചോദിച്ചാൽ വയലന്റ് ആവും. ഇവന്റെ മൊബൈൽ ചാർജ് ചെയ്യുന്ന ചാർജർ കാണാതെ പോയതിന്റെ പേരിൽ അവന്റെ വീട്ടിലുണ്ടാക്കിയ പൊല്ലാപ്പ്, അത്രമേൽ പ്രശ്നം. ഇവന്റെ അമ്മ എന്നോട് പറയാ, അച്ഛാ പേടിച്ച കഴിയണം അച്ഛാ. അതെന്താ അങ്ങനെ പേടിക്കാൻ കാരണം? അച്ഛാ ഇപ്പൊ അവൻ ശാരീരികമായും ഉപദ്രവിക്കാൻ തുടങ്ങി. 19 വയസ്സ്, എന്നേക്കാളും വണ്ണവും പൊക്കമൊക്കെയായി, എന്നെ അങ്ങ് മർദ്ദിക്കും അച്ഛാ, പറയാൻ പറ്റത്തില്ല. എന്തൊരു വിഷമാണെന്നറിയോ? അവൻ്റെ മൊബൈൽ 24 മണിക്കൂർ രാത്രിയിലൊക്കെ അച്ഛാ കിടക്കുമ്പോൾ മുറിയിലോട്ട് ഇങ്ങനെ എരച്ചങ്ങോട്ട് വരും. എന്നിട്ട് വന്നിട്ട് കാട്ടായം, ബഹളം, അസ്വസ്ഥത. അച്ഛാ എന്നതാ ചെയ്യണേ? ഇങ്ങോട്ട് നോക്കിക്കേ, നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ നടത്തപ്പെടുന്ന ഞെരുക്കങ്ങൾ എല്ലാ വശത്തു നിന്നും, ഒരു വശത്തു നിന്നാണെങ്കിൽ നമുക്ക് നേരിടാം. ഇത് 4 വശത്തു നിന്ന് ഞെരുക്കാന്ന് വചനം പഠിപ്പിക്കുന്നു. എല്ലാ ഭാഗത്തു നിന്ന് നിന്നെ ഞെരുക്കുന്ന ദിവസങ്ങളുണ്ടെന്ന്. വീണ്ടും ഒരു വചനം കൂടെ വായിച്ചേ, എസെക്കിയേലിന്റെ പ്രവചനം 36-ാം അധ്യായം 3-ാം തിരുവചനം. എല്ലാ വശത്തു നിന്നും നിനക്ക് ഞെരുക്കം, നിനക്ക് ബുദ്ധിമുട്ടുകൾ, ഭാരങ്ങൾ, സാമ്പത്തിക ഞെരുക്കം, രോഗം, ബന്ധ തകർച്ച, വിചാരിക്കുന്ന പോലെ നടക്കുന്നില്ല, 4 വശത്തു നിന്നും ഭാരം. എസെക്കിയേലിന്റെ പ്രവചനം 36-ാം അധ്യായം 3-ാം തിരുവചനം. കിട്ടിയോ? ഒന്ന് വായിച്ചേ. അതുകൊണ്ട് നീ പ്രവചിക്കുക, ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, എല്ലാ വശത്തുനിന്നും ഞെരുക്കി. കണ്ടോ, എല്ലാ വശത്തുനിന്നും ഞെരുക്കി. ഇത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യമാണ്. എല്ലാ വശത്തുനിന്നും ഞെരുക്കം. സ്വരത്തിൽ പറഞ്ഞ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, സ്തുതി ആരാധന. 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് നന്നായിട്ടൊന്ന് ഉയർത്തിപ്പിടിച്ച് കണ്ണുകളടച്ച് ദൈവസന്നിധിയിൽ കണ്ണുനീരോടെ പ്രാർത്ഥിക്കണം. ഈ ഞെരുക്കം ഒരു അനുഗ്രഹമായിട്ട് മാറട്ടെ. ധൂർത്തപുത്രന്റെ ജീവിതത്തിൽ അവൻ ഞെരുക്കത്തിലൂടെ കടന്നുപോയത് അത് അവന്റെ ജീവിതത്തെ തന്നെ അടിമുടി മാറ്റിമറിച്ചതുപോലെ, കർത്താവേ, ഞാൻ ഇന്ന് അനുഭവിക്കുന്ന ഈ ഞെരുക്കം എൻ്റെ കുടുംബത്തിൽ, എൻ്റെ ബന്ധങ്ങളിൽ, എൻ്റെ ജീവിത വഴികളിൽ ഒരു അനുഗ്രഹമായിട്ട് മാറട്ടെ. കൈകൾ ഉയർത്തിപ്പിടിച്ച് ഓരോ വ്യക്തിയും തങ്ങളുടെ ഞെരുക്കം എന്താണോ അത് ഈശോയ്ക്ക് കൊടുത്ത് പ്രാർത്ഥിക്കുക. യേശുവിനോട് പറയുക, യേശുവേ, ഇന്നതാണ് എൻ്റെ പ്രശ്നം, ഇതാണ് എൻ്റെ സങ്കടം, എൻ്റെ ജീവിതം ഇതാണ്. യേശുവിന് കൊടുത്ത് കൈകൾ ഉയർത്തിപ്പിടിച്ച് ഒന്ന് സ്തുതിച്ചൊന്ന് പ്രാർത്ഥിക്കട്ടെ. നാവ് തുറന്ന് സ്തുതിക്കട്ടെ. നിങ്ങൾ ആയിരിക്കുന്ന ഇടങ്ങളിൽ നിന്ന് യേശുവിനെ സ്തുതിക്കുക, യേശുവിന് നന്ദി പറയുക, സ്തുതിച്ച് പ്രാർത്ഥിക്കുക. ഈ ഞെരുക്കത്തെ ഒരു അനുഗ്രഹമാക്കി കർത്താവ് മാറ്റും. ഓരോ വ്യക്തിയും ആഗ്രഹിക്കട്ടെ. പോരാ, സ്വരമുയർത്തി സ്തുതിക്കട്ടെ, നാവ് തുറന്ന് സ്തുതിക്കട്ടെ. യേശുവേ, യേശുവേ, ഈ രോഗം, ഈ കഷ്ടത, ഈ ഞെരുക്കം, ഈ സാമ്പത്തിക ഞെരുക്കം, ഈ ബന്ധ തകർച്ച കർത്താവേ ഒരു അനുഗ്രഹമാക്കി മാറ്റുന്നതിന് നന്ദി പറഞ്ഞ് സ്തുതിക്കുന്നു. കരങ്ങൾ ഉയർത്തി നാവ് തുറന്ന് യേശുവേ എന്ന് വിളിച്ച് സ്തുതിക്കട്ടെ. ആരാധന, 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 ആരാധന. സ്തുതിക്കട്ടെ. ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു, സ്തുതിക്കുന്ന കർത്താവേ, മഹത്വപ്പെടുന്ന കർത്താവേ, ആരാധിക്കുന്ന കർത്താവേ. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. യേശുവേ, ആരാധന, 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 ആരാധന. ഹല്ലേലൂയാ, ദൈവമേ, ആരാധന കർത്താവേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. വിശ്വസിച്ച് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കട്ടെ. ആരാധന, ആരാധന,
യേശുവേ ആരാധന. ആരാധന ആരാധന യേശുവേ ആരാധന. ആരാധന ആരാധന യേശുവേ ആരാധന.